ഈശ്വരൻ എന്ന് പറഞ്ഞ വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ച് രണ്ട് സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. ഒന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്, രണ്ട് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണ തിരുനാളാണ്. ഈ രണ്ട് തിരുനാളുകളുടെയും അല്ലെങ്കിൽ രണ്ട് മംഗള ദിവസങ്ങളുടെയും സന്തോഷം അനുഗ്രഹങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 4 വിശ്വാസ സത്യങ്ങളിൽ അതിൽ നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 2 വിശ്വാസ സത്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞാൽ ഉത്ഭവഭാവമില്ലാതെ ജനിച്ചവളാണ്. ഉത്ഭവഭാവമില്ലാതെ ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കാണുന്നു, പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് മുമ്പേ പരിശുദ്ധ അമ്മയെ ദൈവം പ്രത്യേകമായ രീതിയിൽ സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ്, ജനനത്തിന് മുമ്പേ തന്നെ. രണ്ടാമത്തെ ഒരു വിശ്വാസ സത്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന സ്വർഗാരോപണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന് ശേഷവും പരിശുദ്ധ അമ്മയെ ദൈവം പരിപാലിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ ജീവിത സമയത്ത് മുഴുവൻ ദൈവത്തിന്റെ ഒരു പ്രത്യേക പരിപാലനം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രമല്ല, ജനനത്തിന് മുമ്പും മരണത്തിന് ശേഷവും പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിന്റെ ഒരു പ്രത്യേക ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പ്രത്യേക ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്രകാരം ചിന്തിക്കുമ്പോൾ, നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഗ്രഹം അല്ലെ എന്ന് പറഞ്ഞാൽ, നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിളിച്ചു, നിന്നെ വിശദീകരിച്ചു എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനനത്തിന് മുമ്പേയും ദൈവത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ്? നമ്മുടെ ജീവിതം നിർമ്മലമായിട്ട് ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മരണത്തിന് ശേഷവും ദൈവത്തിന്റെ ഒരു കടാക്ഷതയും ദൈവത്തിന്റെ ഒരു സാമീപ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തുമ്പോൾ ദൈവത്തിന്റെ ഒരു സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടാകും. പരിശുദ്ധ അമ്മയ്ക്ക് അതൊരു പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ശരീരവും ആത്മാവോടും കൂടിയിട്ട് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അതാണ് നമ്മൾ ഇന്ന് സ്വർഗാരോപണം എന്നുള്ള പേരിൽ നമ്മൾ ആഘോഷിക്കുന്നതും അനുസ്മരിക്കുന്നതും. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത് പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ജനനത്തിന് മുമ്പുണ്ടായിരുന്ന അതേ ദൈവത്തിന്റെ സ്നേഹം ജീവിതത്തിലുടനീളം നിലനിർത്തിക്കൊണ്ട് മരണത്തിന് ശേഷവും ദൈവത്തിന്റെ സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടാകാനാണ് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.